മക്കളെ നോക്കടാ, കിഡിലൻ ചാപ്റ്റർ, കുറച്ച് ലെങ്ത്ത് കൂടിയ ചാപ്റ്ററാണ്. നമുക്ക് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന്, ഇപ്പോൾ 2 ദിവസം കൊണ്ട് പരീക്ഷ അല്ലേ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കണം. സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നോക്കാതെ ഒരിക്കലും പരീക്ഷയ്ക്ക് പോകരുത്, ഒരിക്കലും പരീക്ഷയ്ക്ക് പോകരുത്. പക്ഷേ ഇത് മാത്രം എന്നൊന്നും സാറ് പറയില്ല, ഇത് നോക്കാതെ ഒരിക്കലും പരീക്ഷയ്ക്ക് പോകരുത്. ഓക്കെ മക്കളെ, ശ്രദ്ധിച്ചിരുന്നോ? കുറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ, എല്ലാവർക്കും വേഗം മനസ്സിലാവും. ഒരു ഫ്ലവറിൻ്റെ പാർട്ടിലേക്കാണ് നമ്മൾ വരുന്നത്. ഫ്ലവറിൻ്റെ എല്ലാവരും ശ്രദ്ധിക്കണേ. ഫ്ലവറിൻ്റെ മെയിൽ പാർട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. മെയിൽ പാർട്ട് ആൻട്രീഷ്യം, അതിലുള്ളൊരു സാധനമാണ് സ്റ്റെയ്മൻ. ഫ്ലവറിൻ്റെ മെയിൽ പാർട്ടാണ് ആൻട്രീഷ്യം, അതിലുള്ള ഭാഗമാണ് സ്റ്റെയ്മൻ. അതിൻ്റെ ഒരു ചിത്രം നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, കണ്ടോ? ഇതിൻ്റെ ഈ ഒരു തണ്ടാണ് ഫിലമെൻ്റ്, ഈ മുകളിലുള്ള ഉണ്ടയാണ് ആന്തർ. നോക്കിയടാ, സ്റ്റെയ്മൻ, ഫിലമെൻറ്റും ഉണ്ട്, ആന്തറും ഉണ്ട്. ആന്തറിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് പഠിച്ചു വെച്ചോ, 3 പേരങ്ങ് പഠിച്ചാൽ മതി. ബൈ ലോബ്ഡ് 2 ലോബ്, ഡൈതീക്കസ് 2 അറകൾ, ടെട്രാഗോണൽ 4 സൈഡ്, ഇതാണ് അർത്ഥം, പഠിച്ചോ. പിന്നെ ലെയേഴ്സ് ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറഞ്ഞാൽ മക്കളെ പോളൻ ഗ്രെയിൻസ് ഇരിക്കുന്ന അറ. പോളൻ ഗ്രെയിൻസ് അല്ലേ മേലിലുണ്ടാവുക, ആ ഇരിക്കുന്ന ഒരു അറ ഉണ്ട്, ആ അറക്ക് വിളിക്കുന്ന പേരാണ് പോളൻ സാക്ക്. ഓക്കെ, ആ പോളൻ സാക്ക് തന്നെയാണ് എന്ത്, മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പഠിച്ചു വെക്കുക. മക്കളെ ഒന്ന് നോക്കിയടാ, മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ 4 ലെയേഴ്സാണ് ഈ കിടക്കുന്നത്. മക്കളെ പറഞ്ഞടാ, ഔട്ടർ ലെയർ എപ്പിഡെർമിസ്, എൻഡോതീഷ്യം, മിഡിൽ ലെയർ ടപ്പീറ്റം. ആദ്യത്തെ 3 ലെയർ സാറ് പച്ചയിൽ എഴുതി. അതിൻ്റെ ഫംഗ്ഷൻ നോക്കിയാൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഡൈസൻസ്. പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ, ഡൈസൻസ് എന്ന് പറഞ്ഞാൽ പൊട്ടുക, ആവശ്യമുള്ള സമയത്ത് പൊട്ടും വേണം, അതും വേണം. ടപ്പീറ്റത്തിൻ്റെ ഫംഗ്ഷൻ നോക്കിയാൽ ന്യൂട്രീഷ്യൻസ്. പിന്നെ അത് ബൈ ന്യൂക്ലിയേറ്റഡ് ആണ് ടപ്പീറ്റം, 2 ന്യൂക്ലിയസ് ആണ്. ഇതിൻ്റെ ചിത്രങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ബട്ടർഫ്ലൈ പോലത്തെ ഒരു സാധനം അല്ലേ, ഇങ്ങനെ കുറേ ലെയേഴ്സ് ഉണ്ടാവും. ഓക്കെ, ആ ചിത്രം എന്തായാലും NCERT-യിൽ നോക്കിയിട്ട് പോകണം. നടുവിൽ സ്പോറോജീനസ് ടിഷ്യൂ ഉണ്ടാവും കേട്ടോ, നടുവിൽ ഇങ്ങനെ 4 സൈഡിലും നടുവിൽ സ്പോറോജീനസ് ടിഷ്യൂ ഉണ്ടാവും, ആ ലെയർ നിർബന്ധമാണ്. മക്കളെ അങ്ങനെയാണെങ്കിൽ നോക്കടാ, മൈക്രോസ്പോറോജെനിസിസ് എന്നൊരു വാക്ക് പരീക്ഷയ്ക്ക് വരും, ശ്രദ്ധിച്ചോ. അതിൽ ആദ്യം പഠിക്കേണ്ടത് എന്താ, ഈ മൈക്രോസ്പോർ എന്നൊക്കെ പറഞ്ഞാൽ നോക്കിക്കോട്ടോ. മൈക്രോസ്പോർ എന്ന് പറയുന്ന ഒരു ചെറിയ സാധനം ഉണ്ടാവും, ഇത് ഡെവലപ്പ് ചെയ്തിട്ടാണ്, അതിനുള്ളിലുള്ള വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് ആരുണ്ടാവുക മക്കളെ, പോളൻ ഗ്രെയിൻസ്. പോളൻ ഗ്രെയിൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പഠിച്ചോ. മൈക്രോസ്പോർ എങ്ങനെ ഉണ്ടാവുക, മൈക്രോസ്പോറോജെനിസിസ്, ജെനിസിസ് ഉണ്ടാവുക, ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർ ഫ്രം മൈക്രോസ്പോർ മദർ സെൽ, മൈക്രോസ്പോറിൻ്റെ അമ്മ സെല്ല്, അതിൽ നിന്നും മൈക്രോസ്പോർ ഉണ്ടാവുന്നതിന് വിളിക്കുന്ന പേരാണ് മൈക്രോസ്പോറോജെനിസിസ്. ആ മൈക്രോസ്പോർ ഭാവിയിൽ എന്താവും മക്കളെ, പോളൻ ഗ്രെയിൻസ് ആവും, വെള്ളമൊക്കെ പോയിട്ട് കേട്ടോ. പോളൻ ഗ്രെയിൻസിന് 2 ലെയേഴ്സാണ് ഉള്ളത്, എക്സൈനും ഇൻറ്റൈനും. ഔട്ടർ ലെയർ ഈസ് എക്സൈൻ, ഇന്നർ ലെയർ ഇൻറ്റൈൻ. എക്സൈൻ പൊട്ടൂല, കാരണം ഇറ്റ് ഹാസ് സ്പോറോപൊളിനിൻ. നോ എൻസൈം ടെമ്പറേച്ചർ ആസിഡ് ക്യാൻ ഡീജനറേറ്റ്. ഒരു എൻസൈമിനോ ആസിഡിനോ സ്പോറോപൊളിനെ തൊടാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇൻറ്റൈൻ ഈസ് മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ, വേഗം പൊട്ടും. ഈ സ്പോറോപൊളിനിൻ ഇല്ലാത്ത എക്സൈൻ്റെ ഭാഗത്തിനാണ് നമ്മൾ ജേം പോർ എന്ന് വിളിക്കുക. നോക്കിയടാ, ജേം പോർ വേർ സ്പോറോപൊളിനിൻ ഈസ് ആബ്സെൻറ്റ്. എക്സൈനിൽ സ്പോറോപൊളിനിൻ ആബ്സെൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ജേം പോർ. മക്കളെ പോളൻ ഗ്രെയിൻസിൻ്റെ ഈ ഫിഗർ ഒന്ന് നോക്കിയാൽ, ഈ ചിത്രത്തിലേക്ക് പോകും, അതോടെ കട്ടെ. പോളൻ ഗ്രെയിൻസ് 2 സെൽഡ് സ്റ്റേജിൽ കാണാം, അതാണ് സാർ ഈ വരച്ച ചിത്രം. 2 സെൽഡ് പോളൻ ഗ്രെയിൻസിനുള്ളിൽ 2 സെല്ല്, ഒന്ന് വെജിറ്റേറ്റീവ് സെല്ല് ഫുഡ് കൊടുക്കാൻ, പിന്നെ ഒന്ന് ജനറേറ്റീവ് സെല്ല്. കണ്ടോ, ചിലത് 3 സെൽഡ് സ്റ്റേജിൽ കാണും. അങ്ങനെ 3 സെൽഡ് സ്റ്റേജ് വരിക, അതേതാ സാറേ, പുതിയ സ്റ്റേജ് അല്ല. ഈ ജനറേറ്റീവ് സെല്ലില്ലേ, അത് പൊട്ടിയിട്ട് 2 മെയിൽ ഗാമീറ്റ് ആവും. മെയിൽ ഗാമീറ്റ്, എത്ര മെയിൽ ഗാമീറ്റ് ഉണ്ടായി നോക്കിയേ, 2 മെയിൽ ഗാമീറ്റ്. അപ്പോൾ എത്ര സെല്ലായി, 1 വെജിറ്റേറ്റീവ് സെല്ല്, 2 മെയിൽ ഗാമീറ്റ്, അപ്പോൾ 3 സെല്ലായില്ലേ, 1 2 3. അപ്പോൾ 2 രീതിയിൽ കാണും, 2 സെൽഡ് സ്റ്റേജും കാണും, 3 സെൽഡ് സ്റ്റേജും. ആരാ ന്യൂട്രിയൻസ് കൊടുക്കുക, വെജിറ്റേറ്റീവ് സെൽ. അത്ര പഠിച്ചാൽ മതിയോ. പോളൻ ഗ്രെയിൻസിനെ കൊണ്ട് യൂസും ഉണ്ട്, ഡീമെറിറ്റ് ഉണ്ട്. ഡീമെറിറ്റ് ആദ്യം നോക്കിക്കോ, അലർജി, ബ്രോങ്കൈറ്റിസ്, ഹച്ചീം അലർജി ഉണ്ടാവും അല്ലേ. പോളൻ ഗ്രെയിൻസിൻ്റെ യൂസാണ്, ഭയങ്കര ന്യൂട്രിയൻസ് ഉണ്ട്, അത്ലറ്റിക്സ് ഒക്കെ ഉപയോഗിക്കും. പോളൻ ഗ്രെയിൻസ് എടുത്ത് വെക്കാൻ പറ്റുമോ, പറ്റും. -196 ഡിഗ്രി സെൽഷ്യസ് എല്ലാവർക്കും അറിയാം. ലിക്വിഡ് നൈട്രജനിൽ ഇട്ട് വെക്കുക അല്ലേ, നമ്മൾ M4 ടെക്കിൻ്റെ വീഡിയോയിലൊക്കെ നമ്മൾ കുറേ കണ്ടുക്കണം. മക്കളെ ഫീമെയിൽ പാർട്ടിലേക്ക് വരികയാണെങ്കിൽ ആദ്യം ഒവ്യൂളിൻ്റെ ഈ ചിത്രം, ഇതില്ലാണ്ട് പോണ്ട. ഈ ഒവ്യൂളാണ് അനാട്രോപ്പസ് ഒവ്യൂൾ. ഈ ചിത്രം പഠിക്കാണ്ട ഒരാളും ഇവിടുന്ന് പോവണ്ട, വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ഭാഗത്തിന് വിളിക്കും മൈക്രോപൈലാർ എൻഡ്, താഴ്ഭാഗം ചലാസൽ എൻഡ്, ചലാസൽ പോൾ. എല്ലാം ന്യൂസെല്ലസ് ഒക്കെ നോക്കി വെച്ചോട്ടോ, ന്യൂസെല്ലസ് നോക്കി വെച്ചോട്ടോ. പ്രൊട്ടക്ഷൻ ആണ് ഇൻറ്റഗ്യുമെൻസ് പ്രൊട്ടക്ഷൻ. ന്യൂസെല്ലസ് ഫുഡിനാണ്, ഫുഡ് ന്യൂട്രിയൻസ്, ന്യൂസെല്ലസ് ന്യൂട്രിയൻസ്. ഈ ചിത്രം നോക്കിക്കോ. ഇതിൻ്റെ എംബ്രിയോസാക്ക് നടുവിലുള്ള മുട്ട, അതിൻ്റെ വലിയ ചിത്രമാണ് ദാ ഈ വരുന്നത്, എംബ്രിയോസാക്ക്. ഈ എംബ്രിയോസാക്കിൻ്റെ പ്രത്യേകത ആദ്യം പഠിച്ചോ, 7 സെല്ലിഡ് 8 ന്യൂക്ലിയേറ്റഡ് ആണിത്. ഓക്കെ,
7 സെല്ലിടും 8 ന്യൂക്ലിയേറ്റഡും. പാർട്സ് മുഴുവൻ മാർക്ക് ചെയ്യാൻ പഠിച്ചോ. ചെലാസലൻഡ്, മൈക്രോപൈല്, ആൻറ്റിപോഡൽസ്, പോളാർ ന്യൂക്ലിയസ്, സെൻട്രൽ സെല്ല്, എഗ്, സിനർജിഡ്സ്, ഫിലിഫോം അപ്പാരറ്റസ്. ഇതിൻ്റെ ഫംഗ്ഷൻ ഒന്ന് പഠിച്ചോ. ഗൈഡ്, പോളൻ ട്യൂബ്, വേറെ ഒന്നും പഠിക്കണ്ട. ഓക്കെ, ഗൈഡ്, പോളൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പുറത്ത് ആൾക്കാർ ബെരി കയറിക്കോളി പറയൂലേ, അങ്ങനെ നമ്മളെ കയറ്റുന്ന ആളുകൾ നമ്മളല്ല, പോളൻ ട്യൂബിനെ കയറ്റുന്ന ആളുകൾ ഫിലിഫോം അപ്പാരറ്റസ്. മക്കളെ നോക്കടാ, വാട്ട് ഈസ് മെഗാസ്പോറോജെനിസിസ്? നേരത്തെ പഠിച്ച മൈക്രോസ്പോർ, ഇത് മെഗാ, കുറച്ച് ബുദ്ധിമുട്ടാണ്. മെഗാസ്പോറിൻ്റെ അമ്മ സെല്ല് ഇതിന് 2N ആയിരിക്കും കേട്ടോ. ഇതിന് മിയോസിസ് നടക്കും, എന്നിട്ടുണ്ടാവും മെഗാസ്പോർ ടെട്രാഡ്. അഡിഷൻ ബൈ ടെട്രാഡ് 4 കുട്ടികൾ. എൻ്റെ ഉമ്മ പെറ്റ 4 കുട്ടികളിൽ 3 എണ്ണവും നശിച്ചു പോയി മക്കളെ. 3 will be degenerate. 3 എണ്ണം നശിച്ചു പോയി, ഞാൻ മാത്രം നന്നായി. That is the remaining one develops to functional megaspore. നല്ലവനായ പുള്ള, ഞാൻ മാത്രം നന്നായി. And called, ഈ ഡെവലപ്മെന്റിനെ, ഒരുത്തൻ നന്നാവുന്ന ഈ ഡെവലപ്മെന്റ് നമ്മൾ വിളിക്കും മോണോസ്പോറിക് ഡെവലപ്മെന്റ്. എൻ്റെ ഉമ്മ പെറ്റ 4 മക്കൾ, 3 നശിച്ചുപോയി, 1 ഞാൻ മാത്രം നന്നായി. മോണോസ്പോറിക് ഡെവലപ്മെന്റ് ഓർത്തു വെച്ചോ. എടാ, പോളിനേഷൻ എന്താണെന്ന് ഞാൻ ആരെയും പറഞ്ഞു പഠിപ്പിക്കേണ്ട. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ്. 3 കൈൻഡ്സ് ഓഫ് പോളിനേഷൻ ഉണ്ട്. ഓട്ടോഗമി, ഗൈറ്റ്നോഗമി, ക്സീനോഗമി. എന്താണെന്ന് നേരെ കേട്ടോ. ഞാനൊരു ചെടി, ശ്രദ്ധിക്കണം, ഞാനൊരു ചെടി, ഫ്ലവർ, ഈ ഫ്ലവർ സ്വന്തമായിട്ട് പോളൻ ഗ്രെയിൻസ് അങ്ങോട്ടും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. കാരണം അതിൽ തന്നെ ആണും പെണ്ണും ഉണ്ട്. ഞാൻ ഒരു ചെടിയാണ്, ഇതിൻ്റെ ഒരു ഫ്ലവർ, ഇത് മറ്റേ ഫ്ലവർ, അവിടെ കേട്ടെ. പിന്നെ ഒറ്റയ്ക്ക് തന്നെ പോളൻ ഗ്രെയിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഓട്ടോഗമി, ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ടു സെയിം ഫ്ലവർ. നെക്സ്റ്റ്, ഇതൊരു ഫ്ലവർ, ഇത് വേറെ ഫ്ലവർ, ഒരു ചെടിയാണ്, ഇവർ പരസ്പരം പരിപാടി. ഗൈറ്റ്നോഗമി. എന്താടാ ഗൈറ്റ്നോഗമി? ഡിഫറെൻറ്റ് ഫ്ലവറാണ്, പക്ഷേ സെയിം പ്ലാന്റ് ആണ്, ജനറ്റിക്കലി സെയിം ആണ്. നെക്സ്റ്റ്, സീനോഗമി. ഡിഫറെൻറ്റ് പ്ലാന്റുകൾ തമ്മിൽ, സോ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ആയിരിക്കും. വേറൊരു ചെടി, ഞാനും. ഓക്കെ, ഇതാണ് ഫങ്ഷണലിയും ജനറ്റിക്കലിയും ഒക്കെ ക്രോസ് പോളിനേഷൻ. ഇത് ഫങ്ഷണലി ക്രോസ് പോളിനേഷൻ ആണ്, ക്രോസ് വേറെ ആളായിട്ട് ക്രോസ് പോളിനേഷൻ. പക്ഷേ ജനറ്റിക്കലി സെൽഫ് പോളിനേഷൻ ആണ്. ഓക്കെ, മതി. എടാ മക്കളെ, ഏജൻസ് ഓഫ് പോളിനേഷൻ നടത്തുന്ന കുറച്ച് ഏജൻറ്റുമാരുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, വിൻഡ്, വാട്ടർ, ഇൻസെക്റ്റ്. എടാ, വിൻഡിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, എക്സ്പോസ്ഡ് സ്റ്റേമൻ ആയിരിക്കും, അങ്ങ് പഠിച്ചു വെക്കുക. സ്റ്റേമൻ തുറന്ന് കിടക്കും. ഫെദറി സ്റ്റിഗ്മയൊക്കെ ഇങ്ങനെ ഫെദറി ആയിട്ടായിരിക്കും. മക്കളെ, പോളൻ ഗ്രെയിൻസ് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ഇത് വെയിറ്റ് എന്നാണ് വായിക്കുക, ലൈറ്റ് വെയിറ്റ്, അധികം വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല, കാറ്റത്ത് പാറും. പോളൻ ഗ്രെയിൻസ് പോളൻ ഗ്രെയിൻസ് ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. നോൺ സ്റ്റിക്കി, ഒട്ടൂല, അവിടെ ഇവിടെ ഒട്ടിപ്പിടിക്കില്ല, വേഗം പാറും. ഈ പ്രോപ്പർട്ടീസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ടറിലെ ഇമ്പോർട്ടൻസ്, പോളൻ ഗ്രെയിൻസ് റിബൺ പോലെ ആയിരിക്കും, നൂല് പോലെ, ഇങ്ങനെ റിബൺ പോലെ നീണ്ടിട്ടായിരിക്കും. വെള്ളം നനയാതിരിക്കാൻ ഒരു കവറിങ് ഉണ്ടാവും, മ്യൂസിലേജിനസ്. പോളൻ ഗ്രെയിൻസിൽ വാട്ടറിലാണെങ്കിൽ. വാട്ടർ പോളിനേഷൻ്റെ 3 പേരുകൾ, പ്ലാന്റിൻ്റെ പേരുകൾ: വാലിസ്നേറിയ, ഹൈഡ്രില്ല, സോസ്റ്ററ കടലിൻ്റെ അടിയിലായിരിക്കും, അപ്പോൾ പോളൻ ഗ്രെയിൻസ് അടിയിലേക്ക് പോകണം. വാലിസ്നേറിയും ഹൈഡ്രില്ലയൊക്കെ മേലെ ആയിരിക്കും, അപ്പോൾ പോളൻ ഗ്രെയിൻസ് വെള്ളത്തിൻ്റെ മേലോടെ ഇങ്ങനെ ഒഴുകി വന്നിട്ടാണ് പോളിനേഷൻ നടത്തുക. അവിടെ കേട്ടോ. ഇൻസെക്റ്റ് പോളിനേഷനിലെ ചെടികളുടെ പ്രോപ്പർട്ടീസ്: സ്റ്റിക്കി പോളൻ ഗ്രെയിൻസ്, കളർഫുൾ ഫ്ലവർ, ഫ്രാഗ്മെൻറ്റ് ഫ്ലവർ, എന്നാലേ ഇൻസെക്റ്റിനെയും ബേർഡ്സിനെയൊക്കെ അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിലൊരു ട്വിസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ടർ ലില്ലി, വാട്ടർ ഹയാസിന്ത്. ഇത് ഹയാസിന്ത് എന്നാണ് വായിക്കുക കേട്ടോ, ഹയാസിന്ത്. നോക്കണേ, വാട്ടർ ലില്ലി, വാട്ടർ ഹയാസിന്ത്, HY കേട്ടോ, ഹയാസിന്ത്. ഇത് രണ്ടും വാട്ടർ എന്ന് പേര് കേൾക്കും, പക്ഷേ അതെന്ത് പോളിനേഷനാണ്? ഇൻസെക്റ്റ് ഓർ വിൻഡ് പോളിനേഷനാണ്. 1 മാർക്കിന് ട്വിസ്റ്റ് ക്വസ്റ്റ്യനാണ്, എല്ലാവർക്കും അറിയണതാണ്, എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. പേര് കേൾക്കുമ്പോൾ ഉറപ്പായിട്ടും മന്ദബുദ്ധികൾ കൊണ്ടുപോയി കുത്തും, വാട്ടർ അല്ലേ? എന്നാൽ വാട്ടർ അല്ലാതെ ഇൻസെക്റ്റ് ഓർ വിൻഡാണ്. അവിടെ ഔട്ട് ബ്രീഡിങ് ഡിവൈസ്, ആദ്യം ഇത് എന്തിനാണെന്ന് നോക്കാം. കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് പോളിനേഷൻ, സ്വന്തമായിട്ട് പോളിനേഷൻ നടത്തുകയാണെങ്കിൽ ആ ചെടിയുടെ ഭാവി തലമുറ നശിച്ചു. അപ്പോൾ അതിനെതിരെ ചെടി തന്നെ ഡെവലപ്പ് ചെയ്ത പരിപാടിയാണ് ഔട്ട് ബ്രീഡിങ് ഡിവൈസസ്. ചെടി തന്നെ ഡെവലപ്പ് ചെയ്യണം. എന്തൊക്കെയാണ് ഞാൻ ഈ എഴുതി 5 സെൻറ്റൻസുകൾ കാണാതെ പഠിക്കുക. ആന്തർ ആൺഭാഗമല്ലേ, സ്റ്റിഗ്മ പെൺഭാഗം, ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ കൊണ്ടേക്കും, അപ്പോൾ പിന്നെ പെട്ടെന്ന് എത്താൻ പറ്റില്ലല്ലോ. ആന്തറും സ്റ്റിഗ്മയും മെച്ചുർ ആവുന്ന ടൈം ഡിഫറെൻ്റ് ആക്കും. ഓക്കെ, മെച്ചുർ ടൈം. നെക്സ്റ്റ്, സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. ഇതൊരു ജനറ്റിക് മെത്തേഡാ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് തിരിച്ചറിയും. സെൽഫ്, എടാ സ്വന്തം പോളൻ ഗ്രെയിൻസ് വന്നിരുന്നാൽ പറയും, അയ്യോ ചേട്ടാ അരുത്, നമ്മൾ സ്വന്തം ചോരയാണ്, നോ എന്ന് പറയും. ദാറ്റ് ഇസ് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. ഇതാണ് ഇതിലുള്ള ജനറ്റിക് മെത്തേഡ്.
നെക്സ്റ്റ് യൂണിസെക്ഷൽ ഫ്ലവറിനെ ഉണ്ടാക്കും, യൂണിസെക്ഷൽ ഫ്ലവർ. അതേപോലെ തന്നെ യൂണിസെക്ഷൽ പ്ലാന്റിനെയും ഉണ്ടാക്കും. ഓക്കെ, ആ യൂണിസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ സെക്സ്, അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റൂല. ആ കാര്യങ്ങളൊന്നും നോക്ക് മക്കളെ. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ഏരിയ ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഇതില്ലാതെ ഈ 2026 +2 പരീക്ഷ കടന്നു പോകില്ല, എഴുതി വെച്ചോ. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇങ്ങനെ മാത്രം പഠിച്ചാൽ മതി. മെയിൽ ഗാമീറ്റ് എഗ് ആയിട്ട് ഫ്യൂസ് ചെയ്യും. ഇതിൻ്റെ ക്രോമസോം നമ്പർ N, ഇത് തന്നെ ഉണ്ടാവുന്ന സാധനം സൈഗോട്ട് 2N. ഈ പ്രോസസ്സിനെ വിളിക്കും സിംഗമി. എന്നാൽ അടുത്ത മെയിൽ ഗാമീറ്റ്, നമ്മൾ പറഞ്ഞു 2 മെയിൽ ഗാമീറ്റ്, അടുത്ത മെയിൽ ഗാമീറ്റ് പോളാർ ന്യൂക്ലിയ ആയിട്ട് കൂടി ചേരും. അതിൻ്റെ ക്രോമസോം നമ്പർ 2N ആണ്. ഉണ്ടാവുന്നത് പെന്ന് 3N ആണ്. ഇതിനെ വിളിക്കും ട്രിപ്പിൾ ഫ്യൂഷൻ. ഇപ്പം 2 ഫെർട്ടിലൈസേഷൻ നടന്നില്ലേ, സിംഗമിയും ട്രിപ്പിൾ ഫ്യൂഷൻ. ദാറ്റ് ഈസ് കോൾഡ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഏതൊക്കെ? സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. ഈ ഒരു ഇക്വേഷൻ അങ്ങ് കാണാതെ പഠിച്ചു വെച്ചാൽ മതി. സിമ്പിൾ. ക്രോമസോം നമ്പറും പഠിക്കണേ. എടാ മക്കളെ, ഡൈക്കോട്ട് എംബ്രിയോ, മോണോക്കോട്ട് എംബ്രിയോ, ഇവരെ കുറിച്ചൊന്ന് പഠിച്ചു വെച്ചു. ഈ 2 ഫിഗേഴ്സ് മാർക്കിങ്ങുകൾ കാണാതെ പഠിക്കാം. അതിൻ്റെ കൂടെ മോണോക്കോട്ടിലിഡൻ അല്ലേ, ആ കോട്ടിലിഡൻ ആണ് ഈ സ്ക്യൂട്ടല്ലം. സ്ക്യൂട്ടല്ലം എന്ന് പറഞ്ഞാൽ കാട്ടിലിഡൻ ആണ് കേട്ടോ. കോട്ടിലിഡൻ, മോണോക്കോട്ടിൻ്റെ കോട്ടിലിഡൻ ആണ് സ്ക്യൂട്ടല്ലം. അത് നോട്ട് ചെയ്യാം. ഇത് ഡൈക്കോട്ടാണ്. ഓക്കെ, ഇത് ഇതിന് എംബ്രിയോണൽ ആക്സിസ് ആണ്. ഇതാണ് 2 കോട്ടിലിഡൻ. ഇതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ അറ്റാച്ച്മെൻറ്റിൻ്റെ ബിലോ ഭാഗമാണ് ഹൈപ്പോ കോട്ടൈൽ. എബോവ് ഭാഗം ഈ ഒരു ഭാഗമായിട്ട് നമുക്ക് പറയാം എപ്പി കോട്ടൈൽ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തടിച്ച ഭാഗമല്ലേ എംബ്രിയോണൽ ആക്സിസ്. നോക്ക്, എംബ്രിയോണൽ ആക്സിസിൽ കോട്ടിലിഡൻ്റെ മേൽഭാഗം എപ്പി കോട്ടൈൽ, താഴ്ഭാഗം ഹൈപ്പോ കോട്ടൈൽ. എബോവ് ദ കോട്ടിലിഡൻ എപ്പി കോട്ടൈൽ, ബിലോ ദ കോട്ടിലിഡൻ വാക്ക് എബോവ് ദ കോട്ടിലിഡൻ എപ്പി കോട്ടൈൽ, ബിലോ ദ കോട്ടിലിഡൻ ഹൈപ്പോ കോട്ടൈൽ. ഈ വാക്ക് നോട്ട് ചെയ്തു. എപ്പി കോട്ടൈൽ ചിത്രത്തിൽ മാർക്ക് ചെയ്യാറില്ല സാധാരണ. ഓക്കെ, എന്നുവെച്ചാൽ ചിത്രത്തിലില്ല മക്കളെ. ഇതാ ഈ ഒരു ചിത്രത്തിൻ്റെ എല്ലാ മാർക്കിങ്ങും ഈ ഭാഗം നിർബന്ധമായിട്ട് നോക്കി. ഓക്കെ, നെക്സ്റ്റ് മക്കളെ, സീഡിനെ കുറിച്ച് 2 ടൈപ്പാണ്. ആൽബുമിനസ്, എക്സ് ആൽബുമിനസ്. എക്സ് ഇല്ല എന്നർത്ഥമാണ്. ആൽബുമിനസ് എന്ന് പറഞ്ഞാൽ എൻഡോസ്പേം ഉണ്ട്, ഇവിടെ എൻഡോസ്പേം ഇല്ല. 2ൻ്റെ എക്സാമ്പിൾസ് നോട്ട് ചെയ്യുക. വാട്ട് ഈസ് പെരിസ്പേം എന്നൊരു ടേം ചോദിക്കാറുണ്ട്. നമ്മൾ നേരത്തെ ഫീമെയിലിൽ പഠിച്ച ന്യൂസെല്ലസ് ഇല്ലേ, അത് പേഴ്സിസ്റ്റ് ചെയ്യാം. ഇഫ് ന്യൂസെല്ലസ് പേഴ്സിസ്റ്റ്, ദാറ്റ് ഈസ് കോൾഡ് പെരിസ്പേം. ഇത് ബ്ലാക്ക് പെപ്പറിലും ബീറ്റിലൊക്കെയാണ് കാണുക കേട്ടോ. ബ്ലാക്ക് പെപ്പർ അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ സാധനമാണ് ബീറ്റ്. ഓക്കെ, ബീട്രൂട്ടാണ് ഉദ്ദേശം. അതിലൊക്കെയാണ് ആര് കാണുക, പെരിസ്പേം. പഠിച്ചു വെച്ചോ, 1 മാർക്ക്. ഫ്രൂട്ട് 2 ടൈപ്പ്, ട്രൂ ഫ്രൂട്ട്, ഫാൾസ് ഫ്രൂട്ട്. ട്രൂ എന്ന് പറഞ്ഞാൽ ഓവറിൽ നിന്ന് ഉണ്ടാവുന്ന ഫ്രൂട്ട്, ഫാൾസ് എന്ന് പറഞ്ഞാൽ അതർ ദാൻ ഓവറി അതിനുണ്ടാവുന്നത്. അതിന് എക്സാമ്പിളാണ് സ്ട്രോബെറിയും ആപ്പിളും. എടാ എന്നാ അവിടെ നോക്കിക്കോ. വാട്ട് ഈസ് പാർത്തനോകാർപ്പി? +1 പഠിച്ചാണ്. ഡെവലപ്മെന്റ് ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. വാട്ട് ഈസ് അപ്പോമിക്സിസ്? +2 പഠിക്കാനാണ്. ഇതേ സംഭവം തന്നെ, ഡെവലപ്മെന്റ് ഓഫ് സീഡ് ആണെന്നുള്ളൂ. ഇവിടെ ഫ്രൂട്ട്, ഇവിടെ സീഡ്, വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഇതിന് എക്സാമ്പിള് ഗ്രാസ് ഒക്കെ വരും കേട്ടോ. ഗ്രാസ്, സൺഫ്ലവർ ഒക്കെ വരും. ഗ്രാസ്, സൺഫ്ലവർ. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ചോദിക്കാം. ടു പ്രൊഡ്യൂസ് ഹൈബ്രിഡ് സീഡ് ഉണ്ടാക്കാം. പിന്നെ ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്, അധികം പൈസ ഒന്നും ഇല്ലാതെ ഹൈബ്രിഡ് സീഡൊക്കെ ഉണ്ടാക്കാം. മക്കളെ, ഈ 3 ചിത്രങ്ങളൊന്ന് നോട്ട് ചെയ്യണം. ഇത് മോണോക്കോട്ട് സീഡിൻ്റെ ചിത്രമാണ്. ഈ സംഭവം ചോദിക്കാറുണ്ട്. ഈ ഒരു ഇതൊക്കെ നോക്കി വെച്ചോ കേട്ടോ. കോളിയോപ്റ്റൈലിനെ കവർ ചെയ്ത്, പ്ലിമ്യൂളിനെ കവർ ചെയ്തിട്ടുള്ള കോളിയോപ്റ്റൈലും റാഡിക്കലിനെ കവർ ചെയ്ത കോളിയോറൈസ. ഈ മാർക്കിങ്സ് ഒന്ന് നോട്ട് ചെയ്യുക. ഇത് +1 പഠിച്ചാണ്. ആപ്പിൾ, സ്ട്രോബെറി, ഫാൾസ് ഫ്രൂട്ടാണ്. ഇതിൻ്റെ മാർക്കിങ്സ് നോട്ട് ചെയ്തോ. ഇന്നേ വരെ വരാത്ത ഈ ചിത്രമൊക്കെ വേണമെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സാറിൻ്റെ കൂടെ ഇത് പഠിച്ച് നിന്നോ മക്കളെ. സെറ്റാണ്. ഓക്കെ, ചാപ്റ്റർ ദിസ് മച്ച് ഫിനിഷ്.